ലോകത്തിലെ ഏറ്റവും വലിയ നിഷ്കളങ്കയും പാവവും ചതിയും വഞ്ചനയും ഒന്നും അറിയാൻ പറ്റാത്ത ഒരാൾക്കായ എനിക്ക് അത്തരമുള്ള ആളുകളെ മാത്രമേ കൂട്ടുകൂടാൻ പറ്റുള്ളൂ. അതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അതാണ് പണ്ട് തൊട്ടുള്ള എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഓരോരുത്തരെ എഴുതി ബോർഡിലൊക്കെ എഴുതി ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. കാരണം എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്? പേടിച്ച് നിൽക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഞാൻ. മനസ്സിലായോ? നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ പേടി ഉള്ളവരെ ഭയത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മാറ്റി പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നാലേ എനിക്കും ഒരു പ്രയോജനമുള്ളൂ. അല്ലാതെ എല്ലാ എണ്ണം പേടിച്ച് ഇങ്ങനെ മുടിയും മുഖവും മറിച്ച് വെളിയിൽ നിന്നാലോ രാജിയാർ എനിക്ക് മനസ്സിലായിരുന്നു. എൻ്റെ പിന്നാലെ നിന്നാലോ അവരെൻ്റെ അടിമയായി പോവത്തേ ഉള്ളൂ. അവർ സമൂഹത്തിൻ്റെ അടിമയാവും, എൻ്റെ അടിമയായിത്തീരും. എനിക്ക് അടിമകളെയല്ല ആവശ്യം, ഇതുപോലെയുള്ളവരെയാണ് ആവശ്യം. മനസ്സിലായോ? അവർ എൻ്റെ അടിമയായിത്തീരും, സമൂഹത്തിൻ്റെ അടിമയായിത്തീരും. അതുകൊണ്ടാണ് ബുദ്ധിപരമായിട്ട് നാഗ പറഞ്ഞത്, ആണിനോടും പെണ്ണിനോടും പറഞ്ഞത്, നിങ്ങളെൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ വരൂ, മുന്നിൽ വരൂ, മുന്നിൽ വരൂ. മുന്നിൽ വരുന്നതാണ് നിങ്ങളോട് ഏറ്റുമുട്ടാനും നിങ്ങളോട് കളിക്കാനും എല്ലാവർക്കും പേടിയുണ്ടാവും. റൈറ്റ്? ഇതാണ് ഗുരുനാഗ സൈരന്ധ്രി ദേവി. മുഖത്തോട് മുഖം നോക്കി മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന ആണിനെയും പെണ്ണിനെയും സമൂഹത്തിന് പേടിയാണ്. അതിന് പെണ്ണായാലും ആണായാലും. ഇപ്പം എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്? പണ്ടും നിങ്ങളുടെ ഗുരുനാഥ ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചത്. നിങ്ങൾ മുന്നിൽ വരൂ, മുന്നിൽ വന്ന് സംസാരിക്കൂ. അപ്പോൾ സമൂഹം അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് മുഖം മൂടി ഇല്ലാതെ ജീവിക്കുന്നവരോട് ഏറ്റുമുട്ടാൻ എല്ലാവർക്കും ഭയമാണ്. എന്നാൽ ഒളിച്ചു നിൽക്കുന്നവർ അതേന്ന് പറയുന്നത്. എന്നാൽ ഒളിച്ചു നിന്ന് നമ്മോട് സംസാരിക്കാൻ വരുന്നവർക്കോ അവരെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചതിയും വഞ്ചനയിലും പെടുത്താം. അവരെ ആളുകൾ നന്നായിട്ട് ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യും. മനസ്സിലായോ? എനിക്കൊക്കെ ആണെങ്കിൽ എത്ര എണ്ണത്തിനെ വഞ്ചനയിലും ചതിയിലും പെടുത്താമെന്നറിയാമോ? എല്ലാ എണ്ണം മോമൂടികളാണ് വന്ന് കയറുന്നത്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഓരോ വാക്കുകൾ കൊണ്ട് എല്ലാ എണ്ണം ഇങ്ങനെ മയങ്ങി അടിച്ച് പോകുന്നു എനിക്കറിയാം. പക്ഷെ ഞാനതായിരുന്നില്ല. ഞാൻ അവരെ എൻ്റെ ചതി, എൻ്റെ വഞ്ചനയിൽ കുരുക്കിയിടാനല്ല ഞാൻ നോക്കിയത്. അവരെ എന്നോടൊപ്പം നിർത്താനാണ് ഞാൻ നോക്കിയത്. എന്നേക്കാൾ ഒരു സ്റ്റെപ്പും കൂടെ മുന്നിലേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. മനസ്സിലായോ? എല്ലാവരും എന്തു പറ്റി ഇങ്ങനെ തരുന്നു? അഭിശ്രീ മോളെ അതെല്ലാം ഇങ്ങനെ തരുന്നതെല്ലാം എടുത്തോ മോളെ. ഇങ്ങനെ ലൈക്കും പിന്നെ ലൗച്ചിനും അതും ഇതും എല്ലാം ഇങ്ങനെ ഓരോരുത്തർ തരുവാന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് എന്ത് മഹത്തായ കാര്യമാണ് നാഗ പറയുന്നത്. നാഗ മഹത്തായ കാര്യം അന്നും ഇന്നും പറയുന്നത്. മനസ്സിലായോ? സമൂഹം ഇറങ്ങി ജീവിക്കുന്നവരോട് ആകാശമേന ആളുകൾക്ക് പേടിയുണ്ടാവും. അവരോട് അടുക്കാനും പേടിയാണ്. ഇത്തിരി പേടിച്ചേ നിൽക്കുള്ളൂ. മനസ്സിലായോ? എന്നാൽ ഒളിച്ചും പാത്തും മിണ്ടാൻ വരുന്നവരോടോ അവരെ നന്നായിട്ട് ആളുകൾ കൈകാര്യം ചെയ്യും. അവരുടെ കയ്യിൽ നിന്ന് കാശ് വേണമെങ്കിൽ അടിച്ചു മാറ്റാം. നല്ല